ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പന്തളത്തെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ഒരു തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുന്തിരി പന്തൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അകത്തോട്ട് വരിക്കും. വേറെന്തോടുള്ള അത് സ്വീകരിക്കും. ഇവിടെ കിടന്ന് വേണം വെക്കരുത്. സാറേ കുറച്ച് മുന്നോട്ട് കയറുന്നല്ലോ. കയറി ചേട്ടാ അവിടെ കൂടെ കയറ്റി നിർത്തൂ. ആ മുകളിലോട്ട് കയറ്റി നിർത്തും. റിബണ്ട് ചെയ്തുകൊണ്ട് കാണത്തില്ല ആളുകൾ. ഇപ്പൊ സെറ്റാണ്. എല്ലാ സെറ്റും കൂടെ കയറി എല്ലാ സെറ്റാ കയറി. നമസ്കാരം. ഞാൻ ഒരു സ്ഥാപനമാണ് മുന്തിരിപ്പന്തൽ എന്ന് പറയുന്ന ഒരു കൊച്ചു റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് സഹോദരനായ അനീഷ് ഏറ്റവും വളരെ കുട്ടിക്കാരും സഹോദരനായ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും സ്നേഹമായിരുന്നു എല്ലാവരുടെയും അനുഭവത്തോടെ അതിലേറെ സുഹൃത്തുക്കൂടി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ചേട്ടാ അപ്പുറം അല്ല, അത് ക്യാമറയ്ക്ക് പറയാം. അപ്പം ഇങ്ങനെ കിഴക്കോട്ടേ
രോഗങ്ങളും ഈ മുന്തിരിക്ക് ഉണ്ടാകട്ടെ. നിറയണം കേട്ടോ ചായ, നിറയണം. ഈ പാർക്കിങ് കുറച്ച് സ്ഥലം കൂടെ വേണ്ടി വരും. അതാണ് അതേ ഉള്ളൂ വിഷയം വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റേജിലോട്ട് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ എല്ലാവർക്കും ചായ കുടിച്ചിട്ട് ലഭിക്കുന്നതോടൊപ്പം മായം കലർത്താത്ത ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മനസ്സും ശരീരത്തിനും ഒരേപോലെ ഗുണകരമാകുന്ന ഹൃദയത്തിൽ സന്തോഷം പകരുന്ന ഒരിടമായി ഇത് മാറട്ടെ. സഹോദരനും സഹപ്രവർത്തകനുമായ പ്രിയപ്പെട്ട ഉല്ലാസന്റെ പുതിയ സംരംഭം മുന്തിരിപ്പന്തൽ റെസ്റ്റോറൻറ്റ്. മധുരമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക, വയറ് നിറപ്പിക്കുക, പൈസ മേടിക്കുക, ആ ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ പ്രിയപ്പെട്ട സഹോദരൻ്റെ സ്ഥാപനം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് നല്ല ബിസിനസ് നടക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും നേരുകയാണ്. ഒരുപാട് സന്തോഷം. കാര്യം ഓരോ കലാകാരന്മാരുടെയും ഉപജീവന മാർഗം കലയായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരി കയറി വന്നത്. ഈ സമയത്ത് കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് വേണം, ഒരു സൈഡ് ബിസിനസ് വേണം, എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും പല ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയി. ഞാനും തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ പൂട്ടി. അത് വേറൊരു സ്ഥാപനം. കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയിൽ ഞാൻ കൈവച്ചപ്പോൾ അത് വേറൊരു സ്ഥാപനമായിരുന്നു, അത് പൂട്ടിപ്പോയി. പക്ഷേ ഈ ഒരു സ്ഥാപനം, അണ്ണനും നല്ലൊരു കുക്കാണ്, അണ്ണൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനം മുന്തിരിപ്പന്തൽ എന്ന് പറയുന്ന മനോഹരമായ റെസ്റ്റോറൻറ്റ് ഒരുപാട് ഉയരങ്ങളെത്തട്ടെ, ഒരുപാട് ബിസിനസ് നടക്കട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് കൂടെ നിൽക്കേണ്ടത് പന്തളത്തുകാരെ നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഉല്ലാസനോട്. കാര്യം കലാജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് പന്തളത്തുകാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബിസിനസ്സിനും നിങ്ങളോടൊപ്പം അല്ല, നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി പ്രിയപ്പെട്ട ഉല്ലാസൻ്റെ ഈ സ്ഥാപനം ഉയരങ്ങളിലെത്തുവാൻ നിങ്ങളും ഉല്ലാസനോടൊപ്പം നിൽക്കണം. ഉല്ലാസൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉല്ലാസന് വേണ്ടി ഒത്തിരി സമയം അദ്ദേഹത്തോടൊപ്പം നിൽക്കാറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഈ സംരംഭം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെന്ന് ഈശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉല്ലാസൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, മുന്തിരിപ്പന്തലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരുപാട് പേരുണ്ട്. പാട്ട് പാടാൻ വിട്ടിരിക്കുന്ന നിൽച്ചേണ്ടൻ, അതുപോലെ ട്രാക്ക് പോക്കറ്റിലിട്ട് നിൽക്കുന്ന അസീസ്, സംസാരിച്ചാൽ കോമഡി മാത്രം പറയുന്ന കുട്ടികൾ, എല്ലാവരും ഇവിടെ ഉണ്ടപ്പം മൈക്ക് പിന്നെ പച്ചാപ്പിച്ചാൻ്റെ എൻട്രി 9:30 ശേഷം ഉണ്ടപ്പോൾ ഒത്തിരി പാട്ടിച്ചുണ്ടപ്പോൾ ഞാൻ മൈക്ക് കൈമാറുകയാണ് ഉല്ലാസനം. കൂടുതലൊന്നും പറയാനില്ല. എല്ലാം ഭംഗിയായിട്ട്, വളരെ ഭംഗിയായിട്ടല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം നോബി വളരെ നമ്മൾ പഠിച്ചു വെച്ചത്, നമ്മൾ ചർച്ച ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും മുന്നേ കയറിയ നോബി പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ലാതായി. കുഴപ്പമില്ല, ആ ചുവട് വെച്ച് ഞങ്ങൾ കയറാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ മുല്ലപ്പന്തൽ, ഉല്ലാസിന്റെ മുന്തിരിപ്പന്തൽ നമ്മളെ അല്ല എറണാകുളത്തെ മറ്റേ മുല്ലപ്പന്തലില്ലേ, അതിന്റെ ഓർമ്മയായിട്ട് അതെ മുന്തിരിപ്പന്തൽ, മുന്തിരിപ്പന്തൽ ഉല്ലാസിന്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും പന്തളത്തെ എല്ലാ
ആൾക്കാരെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരുടെയും മുന്തിരിപ്പന്തൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് വളർന്ന് പന്തലിക്കട്ടെ. ഉല്ലാസ് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളോടെല്ലാം പറഞ്ഞത്. ആളിയാൻ നമ്മളിങ്ങനെ തുടങ്ങിയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സഹകരണമല്ല, നമ്മളെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നാട്ടുകാർ നിൻ്റെ കൂടെ ഉണ്ട്, പിന്നെ പേടിക്കണ്ട, എല്ലാവരും കൂടെ കാണും. എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം ഉല്ലാസിനോടൊപ്പം ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു, അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. മുന്തിരിപ്പന്തൽ അല്ല, മുന്തിരിപ്പന്തൽ വെണ്ടക്കക്ഷരത്തിൽ എഴുതി. അപ്പോ എന്തായാലും നമ്മുടെ സഹോദരൻ ഉല്ലാസേട്ടൻ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സ്കിറ്റുകൾ കളിക്കുമ്പോഴോ അദ്ദേഹം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും ചെയ്താൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നാൽ 100% അദ്ദേഹത്തിന്റെ ആ കഴിവും അദ്ദേഹം നമുക്ക് തരുന്ന ആ പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ മുന്തിരിപ്പന്തലും അദ്ദേഹം കൊണ്ടുപോകുന്ന 100% വിശ്വസിക്കുന്നു. ദൈവാധീനം കൊണ്ട് ഇത് വൻ വിജയമാകട്ടെ, ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും എന്റെ ഉല്ലാസനെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉല്ലാസനെ വളർത്തിയ നമ്മളെ പന്തളത്തുള്ള എല്ലാവരും ഇത് വൻ വിജയമാക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്, അതിലുപരി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നല്ല ആഹാരം കൊടുക്കുക, അതാണ് എൻ്റെ ലാഭം. അങ്ങനെയുള്ള ഒരു കാര്യമല്ല, നല്ല വൃത്തിയുള്ള ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരാൾ ഒരു ദിവസം വന്ന് കഴിച്ചാൽ അടുത്ത ദിവസം അയാൾ വരണം. ആ രീതി ആത്മാർത്ഥമായിട്ട് നല്ല വൃത്തിയുള്ള രുചികരമായ ഭക്ഷണം കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉല്ലാസിനോടൊപ്പം വേണം, സഹകരണവും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പം പ്രിയപ്പെട്ട ഉല്ലാസം തുടങ്ങുന്ന പുതിയ പ്രസ്ഥാനം, അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുന്തിരിപ്പന്തൽ ഒരു വലിയ വിജയമാകട്ടെ. ഞങ്ങള് ട്രൂപ്പിന്റെ കാര്യങ്ങൾ പ്രോഗ്രാമൊക്കെ എടുക്കുമ്പോൾ ഉല്ലാസം തന്നെ അത് ഏറ്റെടുത്തിട്ട് അത് ഡയറക്ഷൻ ചെയ്തിട്ട് ഒരുപാട് വേദികൾ, ഒരുപാട് പേര് നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ പുതിയ രംഗത്തേക്ക് വന്നേക്കുന്നത് ഈ ഒരു ഹോട്ടൽ ഒരു വലിയ വിജയമാകട്ടെ. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉല്ലാസന്റെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. മീൻകറിക്ക് വേണ്ടി ഒരുപാട് അടുത്ത് അണ്ണൻ കംപ്ലൈന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അണ്ണന് മീൻകറി എന്ന് പറയുന്ന അണ്ണനൊരു ഹൈലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ചെറിയൊരു കുറവ്, ഒരു പുളിക്കകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നെങ്കിൽ പോലും അണ്ണൻ അത് കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മീൻകറി നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം എന്തായാലും പന്തളത്തുകാർക്ക് പുതിയൊരു ഹോട്ടൽ, പുതിയൊരു രുചി വിശേഷമായിരിക്കും, ഗംഭീരമായിട്ടുള്ള ഒരു ഹോട്ടലായിരിക്കും. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും, എല്ലാവരുടെ സപ്പോർട്ട് ഇതിനുണ്ടാവണം. കാരണം ആദ്യമേ ഇത് ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പന്തളത്തിന്റെ എല്ലാ ആളുകളും, ഈ പന്തളം ഏരിയയിലുള്ള ആളുകളെല്ലാം വന്ന് അതിനെ കുറച്ച് കമന്റും, നല്ല കുറച്ച് കമന്റും ലൈക്കും ഷെയറും ഒക്കെ പോകുന്ന കണ്ടപ്പോഴേ എനിക്കറിയാം ഈ ഹോട്ടൽ ഒരു വലിയ വിജയമാകുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ഹോട്ടൽ ഒരു വലിയ വിജയമാകുന്നു. എന്റെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും. നമസ്കാരം. ഉല്ലാസന്റെ മുന്തിരിപ്പന്തലിന് ആദ്യമേ എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഉല്ലാസന്തൻ വലതുകാലത്ത് വയ്ക്കുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. അതിന്റെ അപ്പുറം വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇനി ഇതുവഴി യാത്ര ചെയ്യുമ്പം സ്വന്തം വീട്ടിൽ കയറി കഴിക്കുന്നത് പോലെ കയറി കഴിക്കാൻ ഒരു സ്ഥലം, പൈസ കൊടുക്കും, പൈസ തരുമോ അന്നില്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കും. അപ്പൊ അത് വലിയൊരു സന്തോഷം. അപ്പൊ ഇല്ലെങ്കിലും ഞാൻ പൈസ കൊടുക്കും. അപ്പൊ നിന്നെ കാണുമ്പോൾ മുങ്ങും. അപ്പൊ പന്തളത്തുകാർ കൊടുത്ത സ്നേഹം, അതുപോലെ ആ സ്നേഹം തിരിച്ച് ആഹാരത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. കയറി കഴിക്കുന്നവരുടെ മനസ്സും ഉല്ലാസന്റെ മേശയും ഒരുപാട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. പരിപാടി തുടരുന്നു. നാടൻപാട്ട് തുടരുകയാണ്. മത്തായിസമലിന്റെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്, ഗംഭീര പാട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ആസ്വദിക്കണം. അതിനിടയ്ക്ക് ഒമ്പാരയ്ക്ക് ശേഷം കൊച്ചാപ്പിച്ചയെ നിങ്ങളെ കാണാനെത്തുകയാണ്.